Hello, my dear students. Myself Ajita Kumari. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാമല്ലേ. എന്തായിരിക്കും അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് കിട്ടാൻ എന്ത് സഹായിക്കും? ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മളെ സഹായിക്കും. അപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്നുള്ള എസ്എ ക്വസ്റ്റ്യൻ 6 മാർക്കാണ് വെയിറ്റേജ് എന്നുള്ളത് നമുക്കറിയാം. ഈ 6 മാർക്ക് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്? ഈ പറയുന്ന റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുമാണ് ഹിസ്റ്ററിയിൽ നിന്നുള്ള 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ എസ് എ ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ 99% ചാൻസും ഇതുവരെ എസ് എ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചിരിക്കുന്നതും ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. ബിക്കോസ് എന്താണ്, നമ്മൾ ഈ പറയുന്ന വേൾഡ് വാറിന്റെ ചാപ്റ്റർ ഓപ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് സീസൺസ് ആൻഡ് ടൈം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ മക്കളെ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് എടുത്ത് കാണുക, ആ ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദി അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഓൺ ദ ഫോളോയിങ് ഹിൻസ്. ഈ തന്നിരിക്കുന്ന ഹിൻസിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഏതൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിലേക്ക് നയിച്ചത് എന്നുള്ളത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് മെർക്കാന്റിലിസ്റ്റ് ലോസ്. നമുക്കറിയാം ഒരു 5ഓളം നിയമങ്ങൾ അല്ലെ, 4-5 നിയമങ്ങൾ ഈ പറയുന്ന മെർക്കാന്റിലിസ്റ്റ് പോളിസിയുടെ ഭാഗമായിട്ട് നിലവിൽ വന്നിട്ടുണ്ട്. ആ ഒരു ലോസ് എല്ലാം നമ്മൾ എഴുതണം. അതേപോലെ തന്നെ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ ഭാഗം, ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ഉണ്ട്, ദെൻ ജോർജ് വാഷിംഗ്ടന്റെ നേതൃത്വത്തിലുള്ള സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ഉണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം ഡെപ്തിൽ തന്നെ എഴുതേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് ആൻസർ ചെയ്യേണ്ടത്. ഞാൻ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വർ ദ റിസൾട്ട്സ് ഓഫ് ദി അമേരിക്കൻ റെവല്യൂഷൻ. അമേരിക്കൻ റെവല്യൂഷന്റെ റിസൾട്ട്സ് എന്തൊക്കെയാണ്? സോ 4 പോയിന്റ് ടെക്സ്റ്റുവലി അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കഴിയുന്ന ഭാഗത്ത് 4 പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് ലേറ്റർ റെവല്യൂഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതോ, അതേപോലെ തന്നെ ഒരു ഫെഡറലിസം, ഒരു ഫെഡറൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ കാരണമായി എന്നുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു 4 പോയിന്റ് മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി ഫ്രഞ്ച് സൊസൈറ്റി ആൻഡ് write the circumstances which led to the ടെന്നീസ് കോർട്ട് ഓത്ത്. ടെന്നീസ് കോർട്ട് ഓത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അതേപോലെ തന്നെ ഫ്രഞ്ച് സൊസൈറ്റിയെ കുറിച്ച് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ മുൻപ് ചോദിച്ചിട്ടുള്ള സെയിം പാറ്റേണിൽ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഫ്രഞ്ച് സൊസൈറ്റിയെ കുറിച്ച് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ അറിയാം, 3 എസ്റ്റേറ്റുകളാണ് ഫ്രഞ്ച് സൊസൈറ്റിയിലുള്ളത്. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന രീതിയിൽ 3 എസ്റ്റേറ്റുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഈ 3 എസ്റ്റേറ്റിന്റെയും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എഴുതുക. അതേപോലെ തന്നെ എന്ത് സർക്കംസ്റ്റൻസ് ആണ് ടെന്നീസ് കോർട്ട് ഓത്തിലേക്ക് നയിച്ചത്? നമുക്കറിയാം അവരുടെ ആ ഒരു ഫ്രഞ്ച് പാർലമെന്റിനകത്ത് നടന്ന ഒരു ഇലക്ഷന്റെ ഇഷ്യൂസ് കാരണം മൂന്നാമത്തെ എസ്റ്റേറ്റിന് ഒരു വോട്ട് എന്നുള്ളത് മാറ്റി ഇൻഡിവിജ്വൽ വോട്ടിംഗ് പാറ്റേൺ വേണം എന്നൊരാവശ്യം മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ മുന്നോട്ട് വെച്ചു. കാരണം ബഹുഭൂരിപക്ഷം ആളുകൾ വരുന്നതും ഏതിലാണ്? മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? അവരത് അംഗീകരിച്ചില്ല ഫസ്റ്റ് 2 എസ്റ്റേറ്റുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ ഒത്തുകൂടുകയും ഇനി ഫ്രാൻസിന് സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നത് വരെ അവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. ഇതാണ് ടെന്നീസ് കോർട്ട് ഒന്ന് എന്നറിയപ്പെടുന്നത്. അപ്പൊ ആ ഒരു സർക്കംസ്റ്റൻസ് ആണ് എഴുതേണ്ടത്. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫ്രഞ്ച് റവല്യൂഷൻ ബേസ്ഡ് ഓൺ ദി ഫോളോയിങ് ഹിൻസ്. തന്നിട്ടുള്ള ഹിൻസിന്റെ അടിസ്ഥാനത്തിൽ ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അവിടെയും നമ്മൾ ഫ്രഞ്ച് സൊസൈറ്റിയെ കുറിച്ച് എഴുതണം. അപ്പോൾ ഒരു കാരണവശാൽ ആ ഫ്രഞ്ച് സൊസൈറ്റി മറക്കരുത് മക്കളെ. 3 സൊസൈറ്റി ഉണ്ട്. അതായത് 3 സൊസൈറ്റി 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് എന്നിങ്ങനെ. ഇനി അതുകൂടാതെ തിങ്കേഴ്സും അവരുടെ ഐഡിയോളജീസും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ഈ പറയുന്ന ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എസ്സേ ആയി. ഇനി നമുക്ക് ബാക്കി എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്ന് നോക്കാം. വാട്ട് വർ ദ റിസൾട്ട്സ് ഓഫ് ദി ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷന്റെ റിസൾട്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചേർന്ന് പഠിക്കേണ്ട ഒരു പാർട്ടാണ് എന്ത്? അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ഓഫ് നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ്. ഏകദേശം 6ഓളം അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ഉണ്ട്. സിങ്കിങ് ഫണ്ട് റിലേറ്റഡ് ആയിട്ട്, അതേപോലെ തന്നെ RNC റിലേറ്റഡ് ആയിട്ട്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി റിലേറ്റഡ് ആയിട്ട്, ഇതെല്ലാം ഉണ്ട്. ഒരു 6 പോയിന്റ്സ് കമ്പൽസറി ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ദി ഫെബ്രുവരി റെവല്യൂഷൻ ആൻഡ് ഒക്ടോബർ റെവല്യൂഷൻ ലെറ്റ് ടു ദി ഫോർമേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയന്റെ ഫോർമേഷനിൽ ഫെബ്രുവരി റെവല്യൂഷനും ഒക്ടോബർ റെവല്യൂഷനും എത്രത്തോളം പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഫെബ്രുവരി റെവല്യൂഷൻ നമുക്കറിയാം എന്താണ്? അലക്സാണ്ടർ കെറൻസ്കിയെ
എന്ത് ചെയ്യണം, താൽക്കാലിക ഒരു പ്രൊവിഷണൽ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുകയും അലക്സാണ്ടർ കെരൻസ്കി അതിന്റെ നേതാവായി മാറുകയും ചെയ്യുന്നതാണ് ഫെബ്രുവരി റവല്യൂഷൻ. പക്ഷെ അതിനെ പുറത്താക്കി തൽസ്ഥാനത്തേക്ക് എന്താണ് ഈ പറയുന്ന ജനങ്ങളുടെ പ്രതിനിധിയായ സോവിയറ്റുകളുടെ പ്രതിനിധിയായി നമ്മുടെ ലെനിനെ കൊണ്ടുവരുന്നതുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, ഒക്ടോബർ റവല്യൂഷന്റെ ഭാഗത്ത് വരുന്നത്. 1917 ഇത് രണ്ടും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് റഷ്യൻ റവല്യൂഷൻ റിലേറ്റഡ് ആയിട്ട്. അപ്പൊ അത് പഠിച്ചോളൂ. Then the next question, how the colonial exploitation led to the Latin American Revolution. Latin American Revolution ലേക്ക് എങ്ങനെയാണ് കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ വഴി വെച്ചത്? അവിടെ നമുക്ക് രണ്ട് മൂന്ന് തിങ്കേഴ്സിന്റെ കാര്യം, അല്ലെങ്കിൽ ഈ പറയുന്ന സ്പാനിഷുകാരും പോർച്ചുഗീസുകാരും വന്നിട്ട് എന്തൊക്കെയാണ് ലാറ്റിൻ അമേരിക്കയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത്, അവരുടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഒരു കുഞ്ഞ് ഏരിയ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അതൊന്ന് പഠിച്ചോളാം. ദെൻ ഫൈനലി എക്സ്പ്ലെയിൻ ദ ചൈനീസ് റവല്യൂഷൻ ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഹിൻസ്. അതിൽ നമ്മൾ ഡോക്ടർ സന്യാസെന്നിന്റെ റോളും ലോങ് മാർച്ച് 1934 നടന്ന ലോങ് മാർച്ചിനെ കുറിച്ചും ചൈന എങ്ങനെയാണ് ഒരു പീപ്പിൾസ് റിപ്പബ്ലിക് 1949 ഒക്ടോബർ 1 ചൈനീസ് പീപ്പിൾ റിപ്പബ്ലിക് ആയി അല്ലെ. അപ്പൊ ആ ഒരു പാർട്ട് വരെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ചൈനീസ് റവല്യൂഷൻ എഴുതണം. നമുക്കറിയാം ഈ ചാപ്റ്ററിനകത്ത് 5 റവല്യൂഷൻ ഉള്ളത്, പക്ഷെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് 4 റവല്യൂഷൻ ആണ് നമുക്ക് എസ്സേക്ക് ഹോപ്പ് ഉള്ളത്. ലാറ്റിൻ അമേരിക്ക ഒരൊറ്റ തവണ മാത്രമേ നമുക്ക് എസ്സേക്ക് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നല്ല, എല്ലാം ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് നല്ല രീതിയിൽ സെറ്റ് ആയിട്ട് പഠിച്ചോളൂ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസും ഈ ക്വസ്റ്റ്യന്റെ പാറ്റേണും മനസ്സിൽ വെച്ചുകൊണ്ട് പഠനം ഉറപ്പാക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പോൾ അടുത്തൊരു ചാപ്റ്ററിലെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ വരുന്നത് വരെ പഠനം ഉഷാറാക്കിക്കോളൂ മക്കളെ. സോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. Till then, thank you and have a nice day. Bye bye.